ചെയ്യാത്ത കാര്യത്തിന് റഹീമിനൊപ്പം 10 വർഷം ജയിലിൽ കിടന്ന നസീറാണ്. സൗദിയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്, അപ്പോൾ നസീർക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്നെ വിളിക്കുന്നത് ഈ മരണപ്പെട്ട ഫോണിൽ നിന്നായതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. എനിക്ക് ശിക്ഷ വിധിച്ചത് 2 വർഷമാണ്, 10 വർഷം കടന്നു. ഉമ്മൻചാണ്ടിൻ്റെ ഭരണമായിരുന്നു അന്ന്. ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് പോയി, ശശി തരൂരിൻ്റെ അടുത്ത് പോയി, ഇ അഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് പോയി, കുഞ്ഞാലിക്കുട്ടി, ഈ പറഞ്ഞ എല്ലാം എവിടുത്തും അവരെന്താ പറഞ്ഞത്, നിങ്ങളെ മോനെ നിരപരാധി ആണിച്ചാൽ അവനക്ക് ശിക്ഷ വന്ന പതർപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, എങ്കിലും ഞങ്ങളൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. നല്ല ജോലിയായിരുന്നു. ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിച്ച ജോലിയല്ല. 17 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ആ പൊസിഷനിൽ ഞാൻ എത്തിയത്. റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിൻ്റെ മോചനമാണ് ഇന്ന് മലയാളികൾ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുറഹീമിന് വേണ്ടി 34 കോടി രൂപ മലയാളികൾ ഒന്നാകെ സമാഹരിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു വ്യക്തി കൂടിയുണ്ട്. അത് കോഴിക്കോട് നല്ലളത്ത് താമസിക്കുന്ന മുഹമ്മദ് നസീർ അഹമ്മദ്. അദ്ദേഹം ഈ റഹീമിനൊപ്പം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. ഈ കേസിൽ നിരപരാധിയായിരുന്നിട്ട് കൂടി 10 വർഷത്തോളം അദ്ദേഹം റഹീമിനൊപ്പം ജയിലിലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റഹീം 18 വർഷമായി. എന്നാൽ റഹീം ചെയ്ത കാര്യത്തിനാണ് ജയിലിലുണ്ടായിരുന്നത്. പക്ഷേ ചെയ്യാത്ത കാര്യത്തിന് റഹീമിനൊപ്പം 10 വർഷം ജയിലിൽ കിടന്ന നസീറാണ് നമ്മോടൊപ്പം ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ റഹീമാണ് എല്ലായിടത്തും ചർച്ച. എന്തായിരുന്നു അന്ന് ജയിലിൽ കിടക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ടായിരുന്നു? സത്യം പറഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ എല്ലാവർക്കും മീഡിയയിൽ വളരെ സജീവമായിട്ടുണ്ട്. അന്ന് ഈ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഏറെയോളം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റഹീമിന് ഈ നടന്ന സംഭവം അത് ശരിക്കും പറഞ്ഞാൽ ആദ്യം അവർ എന്നെയായിരുന്നു വിളിച്ചത്. ഇങ്ങനെ സംഭവം കയ്യബദ്ധം പറ്റി എന്ന് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് അവനായിരുന്നു. അപ്പോൾ ആകെ അറിയുന്ന ഒരു ബന്ധുവായിരുന്നു ഞാൻ. എൻ്റെ മദറിൻ്റെ അമ്മാവൻ്റെ മകനാണ്. അപ്പോൾ അവൻ വിളിച്ചിട്ട് സംഭവം ഇങ്ങനെ മരണപ്പെട്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. സൗദിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ സൗദി അറേബ്യയിൽ റെഡ് ബുൾ കമ്പനിയിൽ സെയിൽസ് മാനേജറായിരുന്നു. 17 വർഷമായി ഞാൻ ആ കമ്പനിയിൽ ഓൾമോസ്റ്റ് നല്ലൊരു പൊസിഷനിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ നസീർക്ക, പിന്നെ ഇങ്ങനെ എനിക്ക് സൗദിയായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ലാംഗ്വേജ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്, അപ്പോൾ നസീർക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതായത് എന്താണ് സംഭവം എന്ന് പറഞ്ഞില്ല. ഇല്ല, സംഭവം പറഞ്ഞാൽ ആരും പോകില്ല, ഞാനൊന്നല്ല, ആരും പോകത്തില്ല. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈം പറഞ്ഞു. സെക്കൻഡ് ടൈം വിളിച്ചത് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കമ്പനിയിൽ, കാരണം ആ ഒരു പൊസിഷനിലല്ലേ, തിരക്കിലാണ്, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഞാൻ വരാം, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ സംഭവം വലിയ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇല്ല ഒന്നും പറഞ്ഞില്ല, ഒരു ലാംഗ്വേജിൻ്റെ പ്രോബ്ലമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ജസ്റ്റ് ഹോൾഡ് ഓൺ, നീ ടെൻഷൻ പിടിച്ചിട്ട് ഒന്നും ചെയ്യരുത്, ഐ വിൽ ജസ്റ്റ് കം എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം 3ാമത്തെ പ്രാവശ്യമാണ് വിളിച്ചത്. 3ാമത്തെ പ്രാവശ്യം വിളിച്ച് ഞാൻ പറഞ്ഞു ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു പാർക്കിങ്ങിൽ വണ്ടിയിലായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയി കണ്ടു പാർക്കിങ്ങിൽ കണ്ടു. അവനിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വണ്ടിയിൽ നോക്കുമ്പോൾ അവരെ സ്പോൺസർ, അതായത് ഈ പറഞ്ഞ ആനസ് എന്ന് പറഞ്ഞ സ്പോൺസർ ബാക്ക് സീറ്റിൽ ആകെ ഒരു തളർന്ന ഒരു പൊസിഷൻ. ഞാൻ പറഞ്ഞു ഇതെന്ത് പറ്റി, എൻ്റെ കഫീലാണല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതിങ്ങനെ, അപ്പോഴാണ് അവന് കാര്യം പറയുന്നത്. അതായത് ഇപ്പം നിങ്ങളും അറിയുന്നതും അവർ കോടതിയിൽ പറഞ്ഞതും ഈ സംഭവമൊക്കെ ഞാനും അപ്പോഴാണ് അറിയുന്നത്. അതായത് ഇപ്പോൾ ഈ ഇടയിൽ കുറേ ചർച്ച ഉണ്ടായിരുന്നു, അതായത് നസീറും കൂടി പങ്കുണ്ട് എന്നാണ് കുറേ ആൾക്കാർ ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഈ അടുത്താണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോയിലൊക്കെ കണ്ട്. അപ്പോൾ ഏറ്റവും പ്രത്യേകം നമുക്ക് ജനങ്ങൾക്കൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിൽ ഒരിക്കലും പങ്കില്ല എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അങ്ങനെ പങ്കുണ്ടെന്ന് കരുതാനുള്ള കാരണം ഈ ഫോൺ കോൾ മാത്രമേ. ഫോൺ കോൾ മാത്രം എന്ന് പറഞ്ഞാൽ ഈ മരണപ്പെട്ട ആളില്ലേ, ഇത് മരണം സംഭവിച്ചത് ഏകദേശം ഒരു 7-7:15 ആ ഒരു ടൈമിലാണ്. അത് രാത്രി അല്ല, ഏർലി മോർണിംഗ്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ആദ്യം അവൻ വിളിക്കുന്നത് 9:30, പിന്നെ 10:30, പിന്നെ 11:45 എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ തെളിവ് എന്താണ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണപ്പെട്ട ടൈമും ഇന്നെ വിളിക്കുന്ന ടൈമും. അതായത് ഇന്നെ വിളിക്കുന്നത് ഈ മരണപ്പെട്ട ഫോണിൽ നിന്നായതുകൊണ്ടാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. അപ്പോൾ അതിലേറ്റവും അതായത് വ്യക്തമുണ്ട് ഇതിൽ എനിക്ക് പങ്കില്ല എന്ന്. പിന്നെ അവിടുത്തെ നിയമം തെളിയിക്കണം, എനിക്ക് പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ. അവിടുത്തെ പോലീസ് പക്ഷേ തുടക്കത്തിൽ പങ്കുണ്ടെന്ന രീതിയിലാണ് കണ്ടത്.
സംശയിച്ചത്. കാരണം ഒരു മരണപ്പെട്ട ആളെ ഫോണിൽ നിന്ന് 3 പ്രാവശ്യം വിളിക്കണമെങ്കിൽ എന്താണ് കാരണം, ഏത് സാഹചര്യത്തിലാണ് അയാൾ വിളിച്ചതോ എന്നോട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു അയാൾ വിളിച്ചിട്ടില്ല, അയാൾ വിളിച്ചെന്ന് പറയാനും പറ്റില്ല, കാരണം ഓൾറെഡി ഹീസ് ഡെഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഞാൻ പറഞ്ഞു വിളിച്ചതല്ല, അവരുടെ ഡ്രൈവറാണ് എന്നെ വിളിച്ചിട്ട് എന്തോ ഒരു ലാംഗ്വേജ് പ്രോബ്ലമാണ്, സംസാരിക്കാൻ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. എനിക്ക് സത്യവാസത്തിൽ എന്താണ് നടന്നതെന്ന് പോലും അറിയില്ല. അവിടെ എത്തിയതിൻ്റെ ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള എല്ലാവരും അറിഞ്ഞ പോലെ ഞാനും അറിയുന്നത്. സത്യാവസ്ഥയിൽ അവിടെ നടന്ന സിറ്റുവേഷനിൽ ക്ലൈമാക്സിൽ ഞാനില്ല. പക്ഷെ അത് പോലീസ് വിശ്വസിച്ചില്ല, ജയിലിലായി. അതാണ് പോലീസ് വിശ്വസിച്ചില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇയാൾ വന്നിട്ട് 10-28 ദിവസം ആയിട്ടുള്ളൂ. എൻ്റെ ഐഡൻറ്റി കാർഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 17 വർഷമായി. അപ്പോൾ സ്വാഭാവികമായിട്ട് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ആ ഒരു സംശയത്തിൻ്റെ രീതിയിൽ അവർ എന്ത് ചെയ്തു, ഇന്നെ തുടർന്നു. അതായത് മരണപ്പെട്ട ആളെ ഫോണിൽ നിന്ന് വിളിച്ചാണല്ലോ. അപ്പോൾ ജസ്റ്റ് എന്നെ എൻക്വയറി കോൾ എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സത്യം പറയണമല്ലോ, എനിക്കറിയാം ട്രാപ്ഡാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആ സംഭവ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് അതിനകത്തൊന്നും പങ്കില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എനിവേ നമുക്ക് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ അന്ന് നടന്ന മാതിരി ഞാൻ പറഞ്ഞു, എന്ത് റഹീം എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഇവിടുത്തെ സൗദി അറേബ്യയിലത്തെ നിയമ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു എന്നെ അതായത് ബുദ്ധിമുട്ടിൽ ആക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നീ ട്രാപ്ഡാണ്. അതായത് ഇങ്ങനത്തെ ഒരു സൗദി അറേബ്യയിലത്തെ നിയമം അനുസരിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീ വിളിച്ചത് എൻ്റെ ഫോണിൽ നിന്ന്, മരണപ്പെട്ട ആളെ ഫോണിൽ നിന്നാണ്. ഒരു പക്ഷേ നീ ആ ഫോണിൽ നിന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ അന്നെ ഞാൻ രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ കുടുംബമുണ്ട്, മക്കളുണ്ട്. അങ്ങനത്തെ ഒരു അടിസ്ഥാനത്തിൽ എനിക്ക് എന്നെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഐ വിൽ ബി ഇൻ ട്രാപ്ഡ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറയ്ക്ക് കൊടുക്കുന്ന മാതിരിയായി പോയില്ലേ. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവനക്കത് സംഭവം ബോധ്യപ്പെട്ടു. അന്ന് ഈ പോലീസ് അറസ്റ്റ് ചെയ്തു. എത്ര വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു? ആർക്ക്? നസീർ ഒരു 10 വർഷം കിടന്നു. എനിക്ക് ശിക്ഷ വിധിച്ചത് 2 വർഷമാണ്, 10 വർഷം കിടന്നു. അതെങ്ങനെ 10 വർഷമായത്? 10 വർഷം ആയതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞില്ല നിങ്ങളടുത്ത്, നിരന്തരമായിട്ട് ഞാൻ ഈ 2 വർഷം ശിക്ഷ എനിക്ക് വിധിച്ചു. അതായത് കുറ്റം മറച്ചു വെച്ച് കേസ് എടുക്കാൻ തന്നെ സമയമെടുത്തു അല്ലേ? കേസ് എടുക്കാൻ 1 വർഷം പിടിക്കും. അതായത് കോടതിയിൽ കേസ് വരാൻ 1 വർഷം പിടിച്ചു. ഈ 1 വർഷം പിടിച്ചു 1 വർഷം ജയിലിൽ കിടന്നു. 1 വർഷം ജയിലിൽ കിടന്നു. മാത്രമല്ല അതിൽ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പിന്നെ ഒരാളെ പരിചയപ്പെടാൻ പറ്റി ജയിലിൽ. അത് ഉള്ളത് എനിക്ക് പറയാനല്ലോ, പങ്കുവെക്കണമല്ലോ എനിക്ക്. അതായത് ഷക്കീബ് എന്ന് പറഞ്ഞ ഒരു പ്രസ് റിപ്പോർട്ടർ ഉണ്ടായിരുന്നു അവിടുത്തെ മലയാളം ന്യൂസിലത്തെ. പിന്നെ നജീബ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമം റിപ്പോർട്ടർ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഞങ്ങളെ ജയിലിൽ ഒരാളെ സന്ദർശിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനീൻ്റെ ആളെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹിന്ദിയിൽ. അപ്പോൾ ഹിന്ദിയിൽ സംസാരിക്കും എന്നോട് അവർ ചോദിച്ച് ഇന്ത്യൻ ആണെന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കേസിന് വന്നതാണ്, നിങ്ങളത് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ കുടുങ്ങിയിട്ട് 2-3 മാസമായി, പിന്നെ എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്, അങ്ങനെ അവരടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, വിസിറ്റേഴ്സ് അല്ലേ, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ നജീബ്ക്ക് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മൂപ്പരൊരു നമ്പർ എനിക്ക് എഴുതി തുണ്ട് കള്ളാസിൽ എഴുതിയിട്ട് എനിക്ക് ഇട്ട് തന്നു. അത് ഞാൻ പിക്ക് ചെയ്ത് പിന്നെ ഞാൻ അവരെടുത്ത് ഞങ്ങളെ വർക്കിംഗ് അവേഴ്സിൽ സംസാരിക്കാൻ പറ്റുന്ന ടൈമിൽ ഞാൻ സംസാരിച്ചിട്ട് എൻ്റെ കാര്യങ്ങൾ, സ്റ്റോറി, റഹീമിൻ്റെ കാര്യങ്ങൾ, എൻ്റെ നിരപരാധിത്വം എല്ലാം പങ്കുവെച്ചു. അങ്ങനെയാണ് ഈ ഷക്കീബ്ക്കും നജീബ്ക്കും ഈ മീഡിയയിൽ കൊണ്ടുവരുന്നത്. ആഫ്റ്റർ 3 months, അതുവരെ ഒരു കുട്ടി അറിയില്ല. ആഫ്റ്റർ 3 months ആണ് ഈ മീഡിയയിൽ വരുന്നത് തന്നെ. ഈ മീഡിയയിൽ വന്നതിന് ശേഷം അങ്ങനെയാണ് പിന്നെ ഈ KMCC ഒക്കെ ഇടപെട്ടത്. KMCC അഷ്റഫ് ആണ് പിന്നെ ഈ കേസിൽ പിന്നെ ഇടപെട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കോടതി വരുന്നത്. ഈ 1 വർഷം കഴിഞ്ഞിട്ട് കോടതി വരുമ്പോഴാണ് ഒഫീഷ്യലായിട്ട് എംബസിനെ അവർ ബന്ധപ്പെടുന്നത്. അങ്ങനെ എംബസിനെ 1 വർഷം കഴിഞ്ഞിട്ട് നമ്മളെ കോടതിയിൽ സിറ്റിങ്ങിൽ വിളിക്കും. കാരണം ഒരു ഇന്ത്യൻ പൗരൻക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ അവരെ പ്രസൻസിൽ, അവരെ പിന്നെ പരിഭാഷൻ്റെ മുമ്പിലായിരിക്കും ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഇന്ത്യൻ എംബസിനെ അവർ അറിയിക്കുന്നത്. അങ്ങനെയാണ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഇന്ത്യൻ എംബസി ഇതിനകത്ത് എൻ്റർ ആകുന്നത്. അതിൻ്റെ എത്രയോ മുമ്പ് ഈ ഷക്കീബ്ക്കും നജീബ്ക്കും ഈ അഷ്റഫ്ക്കും ആണ് ഇതിനകത്ത് നമ്മളെ കേസിൽ ഇടപെട്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഇടപെട്ടിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് കുറച്ചൊരു ക്രിട്ടിക്കൽ പൊസിഷനാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഷക്കീബ്ക്കും പറഞ്ഞ് കുറച്ചൊരു ടൈം പിടിക്കും, അപ്പോൾ കുടുംബത്തിനെ വിടുന്നതാണ് നല്ലത് ഷക്കീബ്ക്കൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ എൻ്റെ കുടുംബത്തിന് ഞാൻ വിട്ടു. കുടുംബം അവിടെ തന്നെ ആയിരുന്നു 2 മാസം വരെ അവിടുന്ന് വിട്ടതിൻ്റെ ശേഷം അവർ നിരന്തരമായിട്ട് പേപ്പറിൽ ഇവിടൊക്കെ വന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞു, വീട്ടുകാരൊക്കെ അറിഞ്ഞു. അതിൻ്റെ ശേഷമാണ് പിന്നെ ഈ കോടതികൾ വരാൻ തുടങ്ങി. ഈ കോടതികൾ വരുമ്പോൾ എല്ലാ സിറ്റിങ്ങിലും ഈ എംബസിൻ്റെ ആളും, അതായത് ഈ യൂസുഫ് അവരാണ് ഞങ്ങളെ കേസിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. അവരും പിന്നെ KMCCൻ്റെ പ്രവർത്തകരും, ഷൗക്കത്തുണ്ട്, പിന്നെ ഇവരുണ്ട്, യൂസുഫ് ഉണ്ട്, ഇവരെല്ലാവരും കൂടി പിന്നെ ഈ സിറ്റിങ്ങിൻ്റെ ടൈമിൽ ഞങ്ങൾ വിചാരണ കഴിയാൻ 3.5 വർഷമായി. 3.5 വർഷത്തിൻ്റെ ശേഷമാണ് വരുന്നത്. അപ്പോൾ ഈ എല്ലാ സിറ്റിങ്ങിലും ഇവർ വരും.
ഈ പത്രക്കാരല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കമ്പനി ആയിപ്പോയി, സുഹൃത്തുക്കളായിപ്പോയി അവർ. കാരണം നമ്മളെ പ്രയാസങ്ങൾ അറിഞ്ഞപ്പോൾ ഷക്കീബ് ഖാൻ നജീബ് ഖാൻ ഒക്കെ കോടതിയിൽ വന്നിട്ടുണ്ട്, പിന്നെ അഷ്റഫ് ഖാൻ എല്ലാ സിറ്റിങ്ങിലും വരും, യൂസുഫ് കാക്കഞ്ചേരി പിന്നെ വരേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് അവരൊരു. പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യ സ്നേഹിയാണ്. അതായത് ഞങ്ങളെ വിഷമങ്ങൾ അറിഞ്ഞിട്ട് ഒരു സാമൂഹ്യ പ്രവർത്തനമാണെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അവർക്കൊരു ഡ്യൂട്ടി ഒന്നുമില്ല. പക്ഷേ ഞങ്ങളെ പ്രയാസങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ അവർക്ക് ന്യൂസും കൊടുക്കാമല്ലോ, ജനങ്ങൾക്കൊക്കെ അറിയിക്കാമല്ലോ, അങ്ങനെയാണ് അവർ വരുന്നത്. പക്ഷേ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പറഞ്ഞ് 3.5 വർഷം ഈ 3.5 വർഷത്തിന് ശേഷമാണ് റഹീമിന് ആദ്യമായിട്ട് വധശിക്ഷ വരുന്നത്. വധശിക്ഷ വരുമ്പോൾ അവന് ഒപ്പുവെച്ചിട്ടില്ല. എനിക്ക് വരുന്നത് 3.5 വർഷത്തിന് ശേഷം 2 വർഷമാണ്. അപ്പോൾ ഈ കുറ്റത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്ന് 3.5 വർഷം കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു. അതായത് ഇതിൻ്റെ ബ്ലഡ് റിപ്പോർട്ട്സും ഇതിൻ്റെ ഹാൻഡ് പ്രിൻസും എല്ലാം ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്തു. കാരണം ആദ്യം സംശയിച്ച് ഇന്നായിരുന്നു, പക്ഷേ അത് കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ, കാരണം 3.5 വർഷം സൗദി അറേബ്യ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു തീരുമാനം എടുത്തത്. അതിനുശേഷം എനിക്ക് പങ്കില്ല എന്ന് മനസ്സിലായതിൻ്റെ ശേഷമാണ്. പക്ഷേ ഞാൻ അവർക്ക് സഹായിച്ചതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ആളെ സഹായിക്കാൻ പാടില്ല. ഏറ്റവും ചെയ്ത കുറ്റം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പോലീസിനെ വിവരം അറിയിച്ചിട്ടില്ല, കുറ്റം മറച്ചു വെച്ചു എന്നുള്ളൊരു ഞാൻ പോലീസിനെ അറിയിച്ചിട്ടില്ല. അത് ഷേഖിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെയ്ത ആ കുറ്റത്തിന് എനിക്ക് ശിക്ഷ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ വിചാരണ വരുമ്പോൾ 3 വർഷമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് 2 വർഷം ശിക്ഷ അനുഭവിച്ചു. 2 വർഷമല്ല, 3.5 വർഷം കഴിഞ്ഞല്ലോ, അപ്പോഴാണ് ഈ വിധി വരുന്നത്. അപ്പോൾ ഞാൻ കൂളായിട്ട് ആക്സെപ്റ്റ് ചെയ്തു. അവിടെ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് ഞങ്ങളാണ്. ഈ ശിക്ഷ ഈ വിചാരണ കാലയളവിൽ ജയിലിൽ കടന്നത് ശിക്ഷയായിട്ട് പരിഗണിക്കും അവിടെ? പരിഗണിക്കും. അങ്ങനെയാണോ? ശരിക്കും 3.5 വർഷം കഴിഞ്ഞ് ഇറങ്ങി പോരാം. അതാണ് ഷേഖ് പറഞ്ഞത്, തലാഖ് സറ എന്ന് പറഞ്ഞാൽ ഉടനെ മോചനം ഉണ്ടാവും. അതിന് ശേഷം എനിക്ക് 10 വർഷം വരെ മോചനം ഉണ്ടായി. അതുകൊണ്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ കേസ് വരുന്നത് റഹീമിൻ്റെ ഇതിലാണ് വരുന്നത്. റഹീമിൻ്റെ കേസാണ്. പക്ഷേ ഞാനൊരു പങ്കാളി ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ ഫയൽ അവൻ്റെ ഫയൽ ഒരു ഫയലാണ്, ഒരു കേസാണ്. ഒരു ഫയൽ രണ്ടാക്കാൻ അവിടുത്തെ ഈ നിയമസഹായ സമിതിക്കൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പറ്റിയിട്ടില്ല. അങ്ങനെ നിരന്തരമായിട്ട് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ. പിന്നെ നമ്മളെ ഫാദർ മദർ ഫാമിലി എല്ലാവരും ഇവിടെ നാട്ടിൽ കാണാത്ത മന്ത്രിമാരില്ല. ഉമ്മൻചാണ്ടിൻ്റെ ഭരണമായിരുന്നു അന്ന്. ഉമ്മൻചാണ്ടിൻ്റെ അടുത്ത് പോയി, ശശി തരൂരിൻ്റെ അടുത്ത് പോയി, ഇ അഹമ്മദ് സാഹിബിൻ്റെ അടുത്ത് പോയി, കുഞ്ഞാലിക്കുട്ടി, ഈ പറഞ്ഞ എല്ലാം അവരെടുത്തും. അവരെന്താ പറഞ്ഞത്, നിങ്ങളെ മോനെ നിരപരാധി ആണിച്ചാൽ അവനക്ക് ശിക്ഷ വന്ന പകർപ്പ് നിങ്ങൾ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക, എങ്കിലും ഞങ്ങളൊരു ശ്രമം നടത്താമെന്ന് പറഞ്ഞു. പകർപ്പ് കിട്ടിയില്ല. പക്ഷേ അത് പകർപ്പ് കിട്ടിയില്ല മാത്രമല്ല, അവർക്ക് തന്നെ സംഘടിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഡേറ്റ് വരെ അവരെ കയ്യിൽ എൻ്റെ പകർപ്പ് ഇല്ല എന്നാണ് അതിൻ്റെ സത്യാവസ്ഥ. കിട്ടിയിട്ടില്ല. അങ്ങനെ 10 വർഷം കഴിഞ്ഞു. നിങ്ങൾ നസീർ ഭായ് നിരപരാധിയാണെന്ന് പറയുന്ന ഓർഡർ കിട്ടിയില്ല. ഓർഡർ കിട്ടണമെങ്കിൽ ആ കേസിൻ്റെ പകർപ്പ് വേണം. ഞാനിങ്ങനെ നിരന്തരമായിട്ട് എല്ലാവരുടെ അടുത്തും ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ കുറച്ച് സമാധാനപ്പെട്, റഹീമിൻ്റെ കേസ് സോൾവ് ആകുന്നവരെ നിങ്ങൾക്ക് ഇതിന് റിലീസ് ആകാൻ പറ്റത്തില്ല. റിയലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നിങ്ങളെ കേസ് ഒന്നാണ്, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ കേസിന് ഒരു തീരുമാനമാകണം. ഒന്നുകിൽ തനാസിൽ കിട്ടണം, അല്ലെങ്കിൽ അവൻ്റെ വധശിക്ഷ നടപ്പിലാക്കണം. അതാണ് എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞത്. എങ്ങനെയാണ് ഈ 10 വർഷത്തിന് ശേഷം മോചനത്തിലേക്ക് എത്തുന്നത്? അതുവരെ ശരിക്കും പറഞ്ഞാൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമാണിത്. പക്ഷേ അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തത് ഒരു വധശിക്ഷ വന്ന ഒരാൾക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് എടുത്തത്. ഇതിൻ്റെ കാര്യത്തിൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാൻ കൂടുതൽ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വഴി നോക്കാമല്ലോ. അങ്ങനെ നമ്മളെ കുടുംബാംഗം ഒരു പ്രാവശ്യം ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളെ AP ഉസ്താദ്, കാരന്തൂർ AP ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാവരും പ്രയാസം പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ ഒരു കസിന് കൊണ്ടുപോയിട്ട് അവിടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ശരിക്കും 2 വർഷം ശിക്ഷ ഒരു വ്യക്തി ആണിച്ചാൽ നിരപരാധിയായിട്ട് ജയിലിൽ കിടക്കാന്ന് വെച്ചാൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന് സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കാന്തപുരം ഉസ്താദ്. അങ്ങനെ അവർ സൗദിയിലുള്ള അവരെ സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷേഖ് റഫീഖ് എന്ന് പറഞ്ഞ ഒരു ഗാമൻ ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാൻ ആയിരുന്നു, ഒരു വ്യവസായമായിരുന്നു, ബിസിനസ്മാൻ ആയിരുന്നു. അങ്ങനെ വിളിച്ച് അങ്ങേര് എൻ്റെ കേസിനെ പറ്റി ഒന്ന് പഠിച്ചിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്തു. വീട്ടിൽ പറഞ്ഞു നസീറിനെ എന്നെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ എൻ്റെ പ്രയാസങ്ങൾ, നീ ഒന്നും പറയണ്ട, കംപ്ലീറ്റ് കേസിൻ്റെ അടിത്തറ വരെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ടെൽ മീ ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും, എൻ്റെ സെൽ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പിറ്റേന്ന് വിതിൻ 24 hours അവർ എന്നെ സന്ദർശിച്ചു. ഈ വ്യവസായിയും ഷേഖ് റഫീഖും പിന്നെ അവരെ ഒരു വക്കീൽ, അൻഷാദല്ല അബുസാദ്. അപ്പോൾ അവർ സന്ദർശിച്ചു, എൻ്റെ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു, അവർക്ക് അറിയാം, എന്നോട് ചോദിച്ചു. അവർ എൻ്റെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞു, നസീറെ നീ പറഞ്ഞതെല്ലാം കറക്റ്റാണ്, ഞങ്ങളത് പരിശോധിച്ചിട്ടാണ് ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് വരത്തില്ല.
പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണ്, നിങ്ങൾ കേസ് ഒന്നാണ്, വി ഹാവ് ടു സെപ്പറേറ്റ് ദ കേസ്. സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇത് ചായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ ഇത്രയും വർഷം ഞാൻ കടന്നത് അത് നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് നിന്ന് ഒരു വക്കാല ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി എംബസിക്ക് വക്കാല കൊടുത്തിട്ടുണ്ട്, പവർ ഓഫ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട്, അത് ഇതായിട്ട് ഒരു ബന്ധമില്ല, അത് നിങ്ങളെ കേസിൻ്റെ പവർ ഓഫ് അതോറിറ്റിയാണ്. ഇത് പേഴ്സണലി നിങ്ങളെ കുടുംബം ഞങ്ങളെ റിക്രൂട്ട് ചെയ്ത് അതോറിറ്റിയാണ് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് എൻ്റെ ഒരു ഇതും കൂടി ഞാൻ നോക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അവർ പറഞ്ഞു വിതിൻ 60 days നിങ്ങളെ റിലീസ് ചെയ്തിരിക്കും എന്ന് എൻ്റെ അടുത്ത് വാക്ക് തന്നിട്ടാണ് അവർ പോയത്. അവർ പിന്നെ 2-3 ദിവസം അവിടെ നിന്നു, റിയാദിൽ തന്നെ നിന്നു. ജിദ്ദയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു. റിയാദിൽ നിന്നിട്ട് അവരെൻ്റെ ഷേഖിൻ്റെ പേര് ചോദിച്ചു, ഡേറ്റ് ചോദിച്ചു, പേരും ഓഫീസ് പേരും ഇതെല്ലാം പറഞ്ഞ് അവരവിടെ പോയിട്ട് ജുഡീഷ്യൽ കോർട്ടിലാണ് എൻ്റെ വിധി ഉണ്ടായത്, ചെറിയ കോടതിയിൽ. അവിടെ പോയിട്ട് എൻ്റെ കേസിൻ്റെ പകർപ്പെടുത്തു. എടുത്തിട്ട് ഗവർണർ ഓഫീസിൽ ഈ മാറയിൽ പോയിട്ട് കേസ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഉടനെ ഒരു കേസിൻ്റെ ഒരു സിറ്റിംഗ് വിളിച്ചു വിതിൻ 1 week. കാരണം ഞങ്ങൾക്ക് 1 weekലൊന്നും കേസ് വിളിക്കില്ല, 3-4 months ആവും. വിതിൻ 1 weekൽ കേസ് വിളിച്ചു, വിചാരണ നടന്നു. ഷേഖിനെ ബോധ്യപ്പെട്ടു, അതായത് കേസിന് ഇത് ഫയൽ സെപ്പറേറ്റ് ചെയ്തെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോഴാണ് അവർ റിലീസിങ് ഓർഡർ തന്നത് എനിക്ക്. അപ്പോൾ ഈ 10 വർഷം ജയിലിൽ കടന്നതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഏറ്റവും ആദ്യം ആ ഷേഖ് ഡിഫെൻഡ് ചെയ്തത് അതാണ്. അതായത് നസീറിന് 2 വർഷമാണ് ശിക്ഷ, 10 വർഷമാണ് അവനക്ക് നഷ്ടപരിഹാരം. നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേസ് ഫയൽ ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് കേസ് വിചാരണ നടന്നത്. പക്ഷേ ജഡ്ജ് പറഞ്ഞു അത് ഞങ്ങളെ പ്രശ്നമല്ല, അത് നിങ്ങളെ പ്രശ്നമാണ്. അതായത് നിങ്ങളിത് എത്താൻ നേരം വെയ്യ്, അതായത് ഈ ഒരു കേസ് സെപ്പറേറ്റ് ചെയ്ത് നിങ്ങൾ നേരത്തെ വരാൻ വെച്ചാൽ ഹി കുഡ് ഗോ. ആരാണ് ഇത് ശരിക്കും ഇത് സെപ്പറേറ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു ഉത്തരവാദി? അങ്ങനെ ഇപ്പോൾ അത് അങ്ങനെ പോസ്റ്റ്മോർട്ടത്തിന് ആവശ്യം വക്കീലുണ്ട്, അതായത് ഗവൺമെൻറ് വക്കീലുണ്ട്. KNCC ആണ് അതിൽ അവരെ നിയമിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ 10 വർഷമായിട്ട് ആ വക്കീൽ ഞങ്ങൾ കാണാനും പോലും വന്നിട്ടില്ല. അവർ അഷ്റഫ് ഖാൻ്റെ അടുത്ത് നിന്ന് എല്ലാ വർഷം എല്ലാ കേസിനും ഫീസൊക്കെ പറ്റലുണ്ട്. പക്ഷേ ഞങ്ങളെ പേഴ്സണലായിട്ട് വിസിറ്റ് ചെയ്യാനും പറ്റില്ല. എനിക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾക്ക് വാദിക്കാനും പോലും ഇന്ന് വരെ കോടതിയിൽ എണീറ്റ് നിന്നിട്ടില്ല. അതെനിക്ക് ഉറപ്പിച്ചിട്ട് പറയാൻ പറ്റും. എംബസിയുടെ വക്കീലാണോ? എംബസിൻ്റെ വക്കീലാണ്. പിന്നെ നമ്മൾക്ക് പറയാൻ അവകാശമില്ലല്ലോ, ഒന്നുകിൽ വക്കീൽ അല്ലെങ്കിൽ ജഡ്ജ്. പിന്നെ പരിഭാഷകരുണ്ട്. റഹീമിന് 2 പരിഭാഷകരുണ്ടായിരുന്നു. അവനക്ക് അറബി അത്ര അറിയത്തില്ല. അവന് പറയുന്ന എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, എൻ്റെ കാര്യത്തിൽ എനിക്കും വളരെ പ്രയാസമുണ്ട് പറയാൻ. അവർക്ക് ശരിക്കും പറഞ്ഞാൽ എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ റിലീസായ ശേഷം നാട്ടിൽ വന്നിട്ട് പിന്നെ ജോലി നഷ്ടപ്പെട്ടു. അവിടുത്തെ ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. ഫൈനൽ ഇയർ ബെനിഫിറ്റ്സ് ഉണ്ടായിരുന്നു, അതെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ വിസ നഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ എൻ്റെ വക്കീലിൻ്റെ അടുത്ത് പോയി, ഈ പറഞ്ഞ 10 വർഷം നമുക്കുള്ള വക്കീലിൻ്റെ അടുത്ത് പോയി എനിക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തന്നു കഴിഞ്ഞാൽ, എനിക്ക് ജോലി എടുക്കാനുള്ള ഒരു അനുവാദം തന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുടുംബം നോക്കായിരുന്നു, എനിക്ക് കുറേ നഷ്ടങ്ങളുണ്ടെന്ന് പറഞ്ഞ് അയാൾ 1-2 പ്രാവശ്യം എന്നെ വിളിച്ചു. അതിലും അയാൾ പരാജയപ്പെട്ടു, എനിക്ക് അക്കൗണ്ട് ഉണ്ടാക്കി തരാൻ പറ്റിയിട്ടില്ല. ഈ 2 വർഷം ഞാൻ അവിടെ നിന്നത് വിത്തൗട്ട് അക്കാമ, വിത്തൗട്ട് പാസ്പോർട്ട്, ഒരു ജോലി ചെയ്യാതെ ഞാൻ അവിടെ ഇങ്ങനെ കാത്തു നിന്നു. മോചനത്തിന് ശേഷം എൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലേബർ കോർട്ടിൽ. അതിൽ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ കമ്പനി അഗൻസ്റ്റ് ഒരു ലോ ഉണ്ട്. അതായത് ഞങ്ങളെ കമ്പനി ഫൈനൽ ഇയർ ബെനിഫിറ്റ്സ്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തി കമ്പനീൻ്റെ ഒരു ആൾ ക്രിമിനൽ കേസിന് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആനുകൂല്യങ്ങൾ ഇൻവോൾവ്മെൻറ്റ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ഇൻവോൾവ്മെൻറ്റ് ഇല്ലയെന്ന് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് അവർക്ക് കൊടുത്തു, എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം കൊടുത്തു. എനിക്ക് ഇൻവോൾവ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വക്കീൽ പറഞ്ഞു, അതായത് നീ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നീ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ശിക്ഷ അനുഭവിച്ചൊരു വ്യക്തിയാണ്. നീ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചു പോരാന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ നീ ശിക്ഷ ജയിലിൽ അനുഭവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് യു ആർ നോട്ട് അഫോർഡബിൾ ടു ഗെറ്റ് ദിസ്. 10 വർഷം ജയിലിലും കടന്നു, 2 വർഷം നഷ്ടപരിഹാരത്തിന് വേണ്ടി കേസ് നടത്താൻ അവിടെ നിന്നു, ജോലി നഷ്ടപ്പെട്ടു. നാട്ടിലെത്തിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇവിടെ എത്തിയിട്ട് ഇപ്പോൾ ഞാൻ 5-6 വർഷമായി ഇവിടെ. നാട്ടിലെത്തിയിട്ട് ഇവിടെ ഡ്രൈവറിൻ്റെ പണി, സ്വന്തം ഒരു വണ്ടി എടുത്ത്, അടവിന് വണ്ടി എടുത്തിട്ട് ഡ്രൈവറിൻ്റെ പണി, സ്വന്തം വണ്ടിയിൽ ഒരു ഡ്രൈവറായിട്ട് ഇങ്ങനെ നടക്കാൻ തന്നെ, കുടുംബം പോറ്റാൻ. അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കാരണം ഞാൻ ഇവിടുന്ന് പോയത് ഏറെയുള്ള റഹീം പോയമാരെ ഏറെയുള്ള സ്വപ്നങ്ങളായിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷേ ഞാൻ വരുമ്പോൾ 0 ആയിട്ടാണ് വന്നത്. നല്ല ജോലിയായിരുന്നു, സത്യം പറഞ്ഞാൽ നല്ല ജോലിയായിരുന്നു. അതായത് ആ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ സാധിച്ച ജോലിയല്ല. 17 വർഷം കഷ്ടപ്പെട്ടിട്ടാണ് ആ പൊസിഷനിൽ ഞാൻ എത്തിയത്. വാൻ സെയിൽ സൂപ്പർവൈസർ ആയിരുന്നു, പിന്നെ റീറ്റെയിൽ സൂപ്പർവൈസറായി, വാൻ സെയിൽ സൂപ്പർവൈസറായി, അതിൻ്റെ ശേഷമാണ് റീജിയണൽ മാനേജർ ആയത്.
ആ ഒരു കോള് വന്നു എന്നൊരു തെറ്റ് മാത്രമേ ഉള്ളൂ സംഭവിച്ചത്. എനിക്ക് പശ്ചാത്താപമില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ രക്ഷപ്പെടുത്തെങ്കിൽ അവനക്ക് രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ കുടുംബം ബുദ്ധിമുട്ടിലായി എനിക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനും പെട്ടുമല്ലോ. അതുകൊണ്ട് പിന്നെ ചെറിയൊരു മനസ്സുകൊണ്ട് ഞാൻ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള വാസ്തവമാണ്. പക്ഷേ അതിനുള്ള ശിക്ഷ ഞാൻ അതിനേക്കാൾ ഏറെയുള്ള ശിക്ഷ ഞാൻ എൻ്റെ കുടുംബമൊക്കെ അനുഭവിച്ചു. തീർച്ചയായിട്ടും ഈ കഥ, റഹീമിൻ്റെ കഥ നമ്മൾ കേൾക്കുമ്പോൾ ഒപ്പം കേൾക്കേണ്ട ഒരു കഥ കൂടിയാണ് നസീർ ഭായിയുടേത്. കാരണം ഒറ്റ ഫോൺ കോളിൻ്റെ മുകളിൽ 10 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ഉള്ള ജോലി നഷ്ടപ്പെട്ടു, നാട്ടിലേക്ക് എത്തി. അപ്പോൾ റഹീമിനോട് മലയാളികൾ കാണിക്കുന്ന അതേ കാരുണ്യവും അനുകമ്പയും ഒക്കെ അർഹിക്കുന്നൊരു വ്യക്തി കൂടിയാണ് നസീർക്കയെ നമ്മൾ മലയാളികൾ അറിഞ്ഞിരിക്കണം.